സങ്കീർത്തനം 55:5 ഇങ്ങനെ വായിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഇന്ന് പകലിൽ ഭയത്തോടെ പരിഭ്രമത്തോടെ ആരെങ്കിലും ഈ ദൂത് ശ്രവിക്കുന്നുണ്ടോ? ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. ആ ഭയത്തിൻ്റെ അധീനതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. വിശ്വസിച്ചാട്ടെ. 2 തരത്തിലുള്ള ഭയത്തെ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ഭയം, അനാരോഗ്യപരമായിട്ടുള്ള ഭയം. ആരോഗ്യപരമായിട്ടുള്ള ഭയം എന്ന് പറഞ്ഞാൽ അത് ദൈവഭയമാണ്. അത് ദൈവഭയമെന്ന് പറയുന്നത് ജ്ഞാനത്തെ, അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുന്നു. അനാരോഗ്യപരമായിട്ടുള്ള ഭയമെന്ന് പറഞ്ഞാൽ അത് പിശാചിൻ്റെ വലിയ കെണിയാകുന്നു. അത് നമ്മുടെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്നു, നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നു. അതെ, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നിശ്ചലമാക്കി കളയുന്നു. നമുക്ക് മുന്നോട്ടൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത അളവിൽ പിശാച് നമ്മളെ ബന്ധിച്ചു കളയുന്നു. അതാണ് അനാരോഗ്യപരമായിട്ടുള്ള ഭയം. ആ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള ഭയമാകാം, നമ്മുടെ ഭാവിയെ പറ്റിയിട്ടുള്ള ഭയമാകാം, നമ്മുടെ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭയമാകാം, നമ്മുടെ ജോലിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ, പല തരത്തിൽ ഉള്ള ഭയമാകാം. ഇന്ന് പകലിൽ എന്ത് തരത്തിലുള്ള ഭയമായിരുന്നാലും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളെ മണ്ഡലത്തിൽ നിന്നും വിടുവിക്കുവാൻ പോകുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. വിശ്വസിച്ചാട്ടെ. യേശുവിൻ്റെ സ്നേഹത്താൽ ഇന്ന് പകലിൽ നിറഞ്ഞാട്ടെ. സങ്കീർത്തനം 55:6 ഇങ്ങനെ വായിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആരെങ്കിലും ഇരുന്ന് എന്നെ കേൾക്കുന്നുണ്ടോ? പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഈ ഭാരമൊക്കെ വിട്ടൊഴിഞ്ഞ് ഒരു സൈഡിൽ പോയിരുന്ന് ആശ്വസിക്കാമായിരുന്നു എന്ന്. ഇന്ന് പകലിൽ നിങ്ങളെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. വിശ്വസിച്ചാട്ടെ. യേശു നിങ്ങളോട് സംസാരിക്കുന്നു. യേശു നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇപ്പോൾ ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. യേശുവിനെ സ്നേഹിച്ചാട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടത്രേ ഇന്ന് പകലിൽ ഈ ദൂത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, നിങ്ങളെ അവൻ്റെ കരത്തിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കുവാൻ സാധിക്കത്തില്ല. കാരണം അവൻ്റെ രക്തത്താൽ നിങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ചാട്ടെ. അവൻ നിങ്ങളെ രക്തം കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുള്ള സത്യം ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞാട്ടെ. ഇന്ന് പകലിൽ ഏത് തരത്തിലുള്ള ഭയത്തോടിരുന്ന് കേൾക്കുന്ന വ്യക്തിയായിരുന്നാലും ഇന്ന് വിശ്വസിച്ചാട്ടെ. സ്വർഗം ഇന്ന് പകലിൽ നിങ്ങളെ അതിൽ നിന്നും വിടുവിക്കുവാൻ പോകുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ഭയത്തിൻ്റെ അധീനതയിലിരുന്ന് ആരെങ്കിലും ഈ ദൂത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം അവരുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടട്ടെ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. കർത്താവ്, ഇന്ന് പകലിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഭയം ഒരു ബന്ധനമാണ്. കർത്താവെ, അഭിഷേകം ബന്ധനത്തെ തകർക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ. അഭിഷേക നിമിത്തം ചില നുകങ്ങൾ തകർന്നു മാറട്ടെ. ഇവർ അനുഭവിക്കുന്ന ആ ഭയമെന്ന നുകം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ തകർന്നു മാറട്ടെ. അങ്ങയുടെ അഭിഷേകത്താൽ അവരെ നിറയ്ക്കണമേ. അവരുടെ കോൺഷ്യസിനെ, സബ് കോൺഷ്യസിനെ, അൺകോൺഷ്യസിനെ സൗഖ്യമാക്കി ബലപ്പെടുത്തി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് തരത്തിലുള്ള ഭയമായിരുന്നാലും അവർ ആ ഭയത്തിൽ നിന്നും പുറത്തു വരട്ടെ. ഇന്ന് പകൽ അവർ സ്വസ്ഥരാകട്ടെ. സമാധാനത്താൽ അവർ നിറയട്ടെ. യേശുവിൻ്റെ സ്നേഹത്താൽ നിറയട്ടെ. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകല മാനവമഹത്വം കർത്താവിന്. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.